പരിസ്ഥിതി പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനും വിദ്യാഭ്യാസ പരിഷ്കർത്താവുമായ സോനം വാങ്ചുക് കഴിഞ്ഞ 21 ദിവസമായിട്ട് ഡൽഹിയിൽ നിരാഹാര സമരം അനുഷ്ഠിച്ചു വരികയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമായതിനാൽ അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സോനം വാങ്ചുക് ജനങ്ങൾക്കും സൈന്യത്തിന് നൽകിയ സംഭാവനകൾ കാണാതെ പോകരുത്. ലഡാക്കിലെ ഐസ് തൂബാസ്, ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ട് സോളാർ ഹീറ്റഡ് ടെൻസ്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളായിരുന്നു. നീറ്റ് UGC പരീക്ഷാ ചോദ്യപേപ്പർ അന്വേഷണം, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി, ഉന്നത വിദ്യാഭ്യാസ പരീക്ഷകളുടെ സുതാര്യത എന്നീ ആവശ്യങ്ങളെ മുൻനിർത്തിയാണ് അദ്ദേഹം തെരുവിൽ നിരാഹാരം അനുഷ്ഠിക്കുന്നത്. ചോർന്ന ചോദ്യപേപ്പറുകളിലെ കണക്കുകൾ ഉണ്ടായേക്കാം, പക്ഷേ അറിയാതെ പോയതോ? നമ്മുടെ രാജ്യത്തിനും ഭാവി തലമുറയ്ക്കും വേണ്ടി ആ മനുഷ്യൻ തെരുവിൽ കിടക്കുമ്പോൾ കാണാതെ പോകരുത്. യാതൊരു യോഗ്യതയുമില്ലാത്തവർ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലേക്ക് കടന്നു കയറുന്നത് രാജ്യത്തിന്റെ ഭാവിക്ക് അപകടകരമാണ്. പ്രതികരിക്കുന്നവരെ രാജ്യദ്രോഹികളും കുറ്റവാളികളുമായി ചിത്രീകരിക്കുന്നത് വളരെ മോശമാണ്. പ്രതിഷേധങ്ങളെ അവഗണിക്കുന്നതും കണ്ടില്ലാന്ന് നടിക്കുന്നതും ഭീരുത്വമാണ്. സോനം വാങ്ചുകിന്റെ ആരോഗ്യസ്ഥിതി അപകടകരമായ നിലയിലാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ബോളിവുഡിൽ സിനിമയെടുക്കാനായി കാത്തിരിക്കുന്നവരും മാധ്യമ ചർച്ചകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവരും തിരികത്തിച്ച് തെരുവിലേക്ക് ഇറങ്ങുന്നവരും ഓർക്കണം, നഷ്ടം സംഭവിച്ചിട്ടല്ല നാളേക്ക് വേണ്ടി സംസാരിക്കേണ്ടത്.